പിന്നെ പള്ളിയിൽ തന്നെ പോകാൻ പാടില്ല. മസ്ജിദ് ഹറാം, മസ്ജിദുൽ ഹറാം, അലിഫ്ലാം മസ്ജിദുൽ ഹറാം, പള്ളി കൊണ്ടില്ല, മനസ്സിൽ നിസ്കരിച്ചാൽ മതി. മസ്ജിദുൽ ഹറാം അലിഫ്ലാം ചേർന്ന പിന്നെ പേരാണ് ഇത് മസ്ജിദുൽ ഹറാം എന്ന് അർത്ഥാക്കി മാറ്റി. പള്ളി തന്നെ കൊണ്ടില്ല എന്നിടത്ത് വരെ പറയുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ നമസ്കാരം പോലും വേണ്ടതില്ലെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന നക്ഷബന്ദിയ ത്വരീഖത്ത്, ആ ശൈഖിനെല്ലാം സമർപ്പിക്കുന്ന, ശൈഖിനെ പാച്ചയായി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ നക്ഷബന്ദിയ ത്വരീഖത്ത് പിഴച്ചതാണെന്ന് നമ്മൾ കേരളത്തിൽ തൗഹീദ് ഇതൊക്കെ വിഷയത്തിൽ ശക്തമായി എതിർക്കുന്ന പലരുമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടാണ് കാന്തപുരം എന്ന് പറയുന്ന വ്യക്തി. ആ വിഭാഗം പോലും പറയുന്നു നക്ഷബന്ദിയ ത്വരീഖത്ത് പിഴച്ചതാണ്. അവര് പിഴച്ചതാണെന്ന് പറഞ്ഞാൽ എത്ര പിഴച്ചത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയല്ലാത്ത ഒരു മുടി കൊണ്ടുവന്നത് കേരളീയ സമൂഹം ഒന്നിച്ചു പിടിച്ചു, പച്ചയോടെ പിടിച്ചു. അത്തരത്തിൽ പ്രവാചകനെ നിന്ദിച്ച ആളുകൾ പോലും പറയുന്നു നക്ഷബന്ദിയ ത്വരീഖത്ത് പിഴച്ചത്. അപ്പോൾ അത് ആ പിഴച്ച ത്വരീഖത്തിന്റെ ആളാണ് ശൈഖ് നല്ല പറഞ്ഞത്. ആ പിഴച്ച ത്വരീഖത്തിന്റെ 10,000 മുരീദന്മാരുടെ ശൈഖാണ്. പിന്നെ ആ ബുക്കിലുള്ള ബാക്കി വായിക്കണം. ഉദാഹരണം, ഒരു മഹാൻ ഒരു വുളു കൊണ്ട് 12 ദിവസം നിസ്കരിച്ചു. ഇതിലേക്ക് ചേർന്ന ആൾക്കാർ അറിയാതെ തല ചിന്തിക്കുക. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ അത് വായിക്കുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. എങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ ഭവനത്തിൽ വെച്ച് നീ ആ പുസ്തകത്തിലെ ഈ ഭാഗം വായിച്ചപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ മഹത്വത്തെയും പുറങ്കാലുള്ള ഒരൊറ്റ ചവിട്ട് കൊടുത്തു. കാര്യം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി അന്വേഷിക്കാൻ 2-3 ആൾക്കാർ വന്നു. ആയിഷ ബീവി, നമ്മുടെ ഉമ്മയുടെ അടുത്ത്, റസൂലുള്ളാഹിയുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാതാക്കളാണ്. അവർ നബിയുടെ ജീവിതത്തെ പറ്റി ചോദിച്ചു. വിശദീകരിച്ചു. അവർ തീരുമാനിച്ചു, പഠിച്ചോനെ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതങ്ങൾ എങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും ആയാൽ പോരല്ലോ. ഒരാൾ തീരുമാനിച്ചു, ഇനി ഉറങ്ങുന്ന പ്രശ്നമല്ല, ഫുള്ള് പുസ്തകം ഓർക്കൊക്കെ പറഞ്ഞു. മറ്റോ പറഞ്ഞു കല്യാണം കഴിക്കണ്ട, ഞാൻ കഴിച്ചറിയില്ല, അതിനെ കുറച്ച് കുട്ടികളായി അങ്ങനത്തെ സുഖമൊക്കെ പറഞ്ഞു. കല്യാണം ഇങ്ങനെ ഒരാൾ പകരം മുഴുവൻ